ഹായ്, ഞാൻ മുമ്പ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സെൻറ്റൻസ് ഞാനൊന്ന് പറയാം. സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്തൊരുവൾ. അപ്പോൾ അത് വായിച്ചിട്ട് ഒരുപാട് പേര് എന്നോട് ഒന്ന് ചോദിച്ചു, സ്വപ്നം കാണാൻ ആരുടെയെങ്കിലും അവകാശം വേണോ, നീ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ ഞാൻ അവരോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോയില്ല. കാരണം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേക്കും മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ നമുക്കൊരു കഥകൾ മാത്രമാണല്ലോ. എത്രയെന്ന് വെച്ചിട്ട് ഒരാളെ നമ്മളെ കഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുക, അതിനൊന്നുള്ള സമയമില്ല. മെസ്സേജൊന്നും ഞാൻ അധികം ആർക്കും അയക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. കാരണം അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ വീഡിയോ ഒരു 5 വീഡിയോ എങ്കിലും എന്നെക്കുറിച്ച് ഞാൻ പറയുന്നത് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് ഞാനെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സുരക്ഷിതമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു സ്വപ്നമാണ് നമുക്കൊരു വ്യക്തികൾക്ക്. ആഹാരം, വസ്ത്രം, പാർപ്പിടമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സുരക്ഷിതത്വ ബോധം തന്നെ എൻ്റെ ചുറ്റിലുള്ളവർ ഫസ്റ്റ് എന്നെ ഇല്ലാതാക്കി. അതുപോലെ സ്വപ്നം കാണാൻ ഇല്ലാതാക്കി. അത് കഴിഞ്ഞിട്ട് സുരക്ഷിതമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ഉണ്ടായിരുന്നു. അതെനിക്കുണ്ടായിട്ടും അതിൽ ജീവിക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ എനിക്കാക്കി തീർന്നു. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് എൻ്റെ ജീവിതം സേഫ് ആക്കുക എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് ഇല്ലാതാക്കി. അത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയിട്ട് എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ആ ഏതെല്ലാം വഴിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അതെല്ലാം പുറത്ത് നടന്ന് വെള്ളം ചേർത്ത് അതിലൊന്നും എനിക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്വപ്നം എനിക്ക് സത്യമായി കിട്ടിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സ്വപ്നത്തിൽ എനിക്ക് എത്തിപ്പെടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരാളെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, അല്ലെ എന്നെ ഒന്ന് മനസ്സിലാക്കി എനിക്കൊന്ന് കൂടെ പോകാൻ ഒരാളുണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. അത് പേരൻസിൻ്റെ കൂട്ടത്തിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ഇരട്ടക്കുട്ടിയായിട്ടൊരു സിസ്റ്ററോ ബ്രദറോ വന്നിട്ടാവട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ, അല്ലെ ഒരു അധ്യാപകർ, അതായത് എൻ്റെ അധ്യാപകരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനേതോ ഭയങ്കര ബുദ്ധിജീവികളുടെ കുട്ടിയാണ്. എന്നെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കണം. എൻ്റെ കൂടെ പഠിച്ചവർ പോലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്ന ഉടൻപടത്തിന് ശേഷമാണ്. ഞാൻ അത്രത്തോളം ആരോടും പറയാണ്ട് ഞാൻ അടക്കി ഒതുക്കി നടക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇനി ഒരു TV ഷോ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരു അടക്കി പിടിച്ച കാര്യങ്ങളെല്ലാം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയേറെ വേദന എനിക്ക് വന്നപ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു സ്ഥലത്തേക്കും പിടിച്ച് കയറാതിരിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്കുള്ള വരുമാന മാർഗ്ഗം എല്ലാം ഇല്ലാതാക്കിയതിന് ശേഷം ഒരുപാട് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങളില്ലാതെ പോകുന്നതെന്ന് കാണട്ടെ, ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തരുന്ന പിച്ചക്കാശ് കൊണ്ട് ജീവിക്കണം, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കണത് ഏതൊരാളെയും പോലെ. ഇപ്പോൾ ഒരാൾക്കൊരു അതിൻ്റെ 3 സെൻറ്റ് വസ്തു 1 സെൻറ്റ് വസ്തു വാങ്ങിച്ചിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ വരുമാനം കൊണ്ടുമ്പോൾ അത് വെച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് അയാൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, അയാളെ മനസ്സിൽ ഐഡിയാസ് ഉണ്ടാവും. ഒരു വ്യക്തിക്ക് ജനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചു വരുമ്പോൾ ഒരു കുട്ടിക്കായാലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ പറയുന്ന ഒന്നുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം കാണാനോ അല്ലെങ്കിൽ ഒന്ന് സാധിച്ചെടുക്കാനോ ഒന്നിനും എനിക്ക് അവസരം ഉണ്ടായില്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതും കുടുംബത്തിലെ മറ്റുള്ളവരെ മക്കളെ ഹാർഡ് വർക്ക് ചെയ്യാത്തതും തുല്യമായി. ഹാർഡ് വർക്ക് ചെയ്യാത്തവർക്കൊക്കെ കിടപ്പാടം ഉണ്ടായിരുന്നു. കാരണം അവരുടെ പേരൻസ് കിടപ്പാടം ഒക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പണമുണ്ട്, അവർക്ക് കാര്യങ്ങൾ, അവർ സേഫ് സോണിലായി. എനിക്കുള്ളതൊക്കെ അവർ തന്നെ പിടിച്ചു പറിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഞാൻ നിരപരാധിയായി, ഒറ്റയ്ക്കായി, ഒന്നുമില്ലാത്തോളുന്ന ഒരു അഡ്രസ്സായി, ഒരു അനാഥ എന്നൊരു അഡ്രസ്സായി. അവരെന്തേലും പിച്ചക്കാശ് തന്നിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന രൂപത്തിലുള്ള ഒരു തരത്തിലേക്ക് അവർ തന്നെ പറഞ്ഞുണ്ടാക്കിയെടുത്തു. സത്യത്തിൽ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരുപിടി മണ്ണുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ എനിക്ക് നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എൻ്റെ പേരൻറ്റിൽ ഒരാളെ എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് നോക്കി നല്ല ആരോഗ്യവതിയാക്കി വളർത്തിക്കൊണ്ട് കഴിയുമായിരുന്നു. ഞാൻ ഈ ഓട്ടത്തിനിടയിൽ സമയത്ത് ആഹാരം പോലും കഴിക്കാൻ ഇന്ന് ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്, ശാരീരികമായിട്ട് ഒത്തിരി വീക്ക്. അതേസമയത്ത് എൻ്റെ ചുറ്റുപാടുന്നുണ്ടായ ഓരോ പ്രശ്നങ്ങൾ മൂലം ഞാൻ മെൻ്റലി ഓരോ പ്രാവശ്യം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ഒരു ഹാർഡ് വർക്കും ചെയ്യാത്തൊരു കൂട്ടത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഡിപ്രസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് നിൽക്കുമ്പോൾ അവരൊക്കെ വന്നിട്ട് ഒരു കുടുംബത്തിലുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന കൊച്ചാ, നല്ല മിടുക്കിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനും മിടുക്കിയായിരുന്നില്ലേ, പക്ഷേ എന്നെക്കുറിച്ച് ഇതുപോലെ പറയാനോ എനിക്ക് എന്താണ് ആഗ്രഹമൊന്നും ആരും ചോദിക്കാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ ഒന്നിനും കൊള്ളാത്ത ഒരാളെന്ന രൂപത്തിലൊക്കെ ഇവരൊക്കെ ചിന്തിക്കത്തക്ക രൂപത്തിൽ ഇവിടെ ഇരിക്കേണ്ടി വരുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കും. എവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിലിങ്ങനെ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ എത്രത്തോളം. എനിക്ക് വായിക്കാൻ എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, TV കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഒരു കൂട്ടുകാരെ വീട്ടിൽ പോകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വായിക്കാൻ സമ്മതിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊക്കെ ഒരു TV ഷോയുടെ ഓഡിഷനൊക്കെ ഞാൻ പോയി പങ്കെടുക്കണത്. ഇന്നും എൻ്റെ വീട്ടിൽ പത്രം വരുത്തത്തില്ല, അവർ വീട്ടിൽ വരുത്തുന്ന പത്രം